ഇന്ന് രാഹുൽ ഈശ്വർ ഈ രാഹുലിന് വേണ്ടി നിരന്തരം വാദിച്ച് അതിജീവിതയൊക്കെ നിരന്തരം അധിക്ഷേപിച്ച് സൈബർ ഇടങ്ങളിൽ എന്തുമാകാം എന്നൊരു ധാർഷ്ട്യത്തോടുകൂടി പെരുമാറി അവസാനം ഇപ്പോൾ അഴിക്കുള്ളിലിരിക്കുന്ന രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ആ വിശദാംശങ്ങളിൽ കൂടി പോകേണ്ടതുണ്ട്. ശാലിനി വീണ്ടും ചേരുന്നുണ്ട്. ശാലിനി, ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇയാൾ ഇപ്പോഴും ജയിലിൽ നിരാഹാരമൊക്കെ തന്നെയാണോ രാഹുൽ ഈശ്വർ? തീർച്ചയായും ശ്യാമ, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ഇന്നലെയും ഒപ്പം തന്നെ മിനിഞ്ഞാന്നും ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ നിമിഷം മുതൽ തന്നെ രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ നിരാഹാരം തുടരുകയാണ്. ജയിലിലും സമാനമായ സാഹചര്യം തന്നെ തുടരുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടി പൂജപ്പുര സബ് ജയിലിൽ നിന്നും ഇയാളെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അഭിഭാഷകയ്ക്കൊപ്പം ഇന്നലെ ഭാര്യ ദീപ രാഹുൽ ഈശ്വറിനെ കണ്ടിരുന്നു. അപ്പോഴും ഭക്ഷണം നൽകാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഭക്ഷണമൊന്നും കഴിക്കില്ല എന്നുള്ള നിലപാട് ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഈശ്വർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ തിരുവനന്തപുരം ACJM കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. കോടതി പരിഗണിക്കുമ്പോൾ ജാമ്യം ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണ് രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകനും ഒപ്പം തന്നെ കുടുംബത്തിനുമുള്ളത്. അതേസമയം തന്നെ നിലവിലെ സാഹചര്യത്തിൽ ജാമ്യം നൽകാനുള്ള സാധ്യതകളൊക്കെ തന്നെ ഇല്ലാതായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങളിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ അറസ്റ്റിലായതിനു ശേഷവും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഹാൻഡിൽ ചെയ്തത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ആ സമയത്തും ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് വീഡിയോ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ അതിജീവിതയുടെ പരാതിയിന്മേൽ പോലീസ് നടപടി സ്വീകരിക്കുമ്പോൾ പോലീസ് വീട്ടിലെത്തിയത് അടക്കമുള്ള വീഡിയോകൾ പുറത്തുവിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ മാറ്റുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഇതടക്കം പരിഗണിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ പ്രോസിക്യൂഷൻ വാദം നടത്തുകയും ഒപ്പം തന്നെ ജാമ്യം നിഷേധിക്കുകയും ചെയ്തത്. ഇന്നും സമാനമായ സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ ഹാജരാക്കാൻ എത്തിക്കുമ്പോഴും പിന്നീട് കോടതിയിൽ നിന്ന് മെഡിക്കൽ എടുക്കാനടക്കം കൊണ്ടുപോകുന്ന സമയത്തും ഇനിയും താൻ വീഡിയോ ചെയ്യും, രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ചെയ്യുമെന്നുള്ളൊരു പ്രഖ്യാപനം രാഹുൽ ഈശ്വർ നടത്തിയിട്ടുണ്ട്. ഇതടക്കം പ്രോസിക്യൂഷൻ പരിഗണിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത്. കൂടുതൽ ആരോപണങ്ങൾ, കൂടുതൽ പരാതികളൊക്കെ അതിജീവിതയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയരുന്നൊരു സാഹചര്യം ഈ ഘട്ടത്തിൽ നിൽപ്പുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് വഞ്ചിയൂർ ACJM കോടതി രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. ശാലിനിയാണ് കൃത്യമായ വിശദാംശങ്ങൾ നൽകിയത്.